നാഷണൽ വർക്ക്ഷോപ്പ് ഓൺ സോയിൽ ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ കേരളത്തിന്റെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വർക്ക്ഷോപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ സോയിൽ ഫെർട്ടിലിറ്റി അസസ്മെന്റ് ഫോർ എൻഹാൻസിംഗ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി ഇൻ കേരള ഒരു പുസ്തകം ഞാൻ റിലീസ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പ്ലാനിംഗ് ബോർഡിനെ അത് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. കേരളത്തിന്റെ കാർഷിക മേഖല ഇനി പുരോഗതിയിലേക്ക് പോകുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിന് ആവശ്യമായിട്ടുള്ള ശുപാർശകൾ നൽകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള സ്റ്റഡി വളരെ സജീവമായി നടത്തി അതിന്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകൾ അത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു സംഗതിയാണ്. പ്ലാനിംഗ് ബോർഡും കൃഷി വകുപ്പും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ശ്രമം നിശ്ചയമായും നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു വളരെ നല്ല പ്രതികരണം ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. കാർഷിക രംഗത്ത് കേരളത്തിന് റബ്ബർ കൃഷിയെക്കുറിച്ച് മാത്രമേ അഭിമാനിക്കാൻ വകയുള്ളൂ. ഏരിയ ഓഫ് കൾട്ടിവേഷൻ നോക്കിയാലും ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ നോക്കിയാലും പ്രൊഡക്ടിവിറ്റി നോക്കിയാലും നമുക്ക് ഇന്ത്യയിൽ 1-ാം സ്ഥാനം, ലോകത്ത് തന്നെ നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ആ രംഗത്ത് നേടി. പക്ഷേ കാർഷിക പ്രാധാന്യമുള്ള നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു വിളയ്ക്കും നമുക്കതുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കർഷകനും ഗവൺമെന്റും അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഏജൻസികൾ, അത് വള നിർമ്മിതാക്കളാകാം, പിന്നെ രാസവളം നമ്മുടെ കീടനാശിനിയുടെ ഉൽപാദകരാകാം, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മെച്ചപ്പെട്ട ഒരു റിസൾട്ട് ഈ രംഗത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് നിശ്ചയമായും ഈ സോയിൽ ഫെർട്ടിലിറ്റി ടെസ്റ്റും അതിന്റെ റിസൾട്ട് കർഷകരിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന പ്രക്രിയയും വളരെ പ്രയോജനം ചെയ്യും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ രംഗത്ത് നല്ല പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. കാരണങ്ങൾ പലതാണ്. പക്ഷേ കാർഷിക മേഖലയുടെ പുരോഗതി കൂടി മാത്രമേ നമുക്ക് സാമ്പത്തിക പുരോഗതി നേടുന്നതിന് സാധിക്കുകയുള്ളൂ. നമുക്ക് വൻകിട ഇൻവെസ്റ്റ്മെന്റും വൻകിട വ്യവസായങ്ങളും നിക്ഷേപങ്ങളും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനത്തിന്റെ പുരോഗതിക്ക് കാർഷിക രംഗത്തെ പുരോഗതി നമുക്ക് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കാർഷിക മേഖലയിൽ ആ രംഗത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ പലയിടത്തും ഇല്ലാതെ പോയി. നമ്മൾ തെങ്ങിന്റെയും നെല്ലിന്റെയും സ്വന്തം നാടാണ് കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷേ നാളികേര കൃഷി, നെൽകൃഷിയും ഗുരുതരമായ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. അതിന് ആ രംഗത്തുള്ള കർഷകരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നെല്ല് കൃഷിയുടെ വ്യാപ്തി കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെട്ടതുകൊണ്ടോ കാര്യമാവില്ല. മറിച്ച് ആ കൃഷി എന്ന കാര്യത്തിൽ താല്പര്യം കാട്ടുന്ന കർഷകരെ നിലനിർത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനുമുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി മുമ്പോട്ട് വരുന്നു എന്നുള്ളതിന്റെയാണ് ഈ സോയിൽ ഫെർട്ടിലിറ്റി ടെസ്റ്റും അതിന്റെ റിസൾട്ടും അതനുസരിച്ച് കർഷകന് ലഭിക്കാൻ പോകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നൊക്കെ ഉള്ളത് വളരെ പ്രാധാന്യമറിയിക്കുന്ന. ഏതായാലും കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഒരു ചെറിയ അനക്കം
ഒരു നേട്ടമായിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ചെറിയ അനുകൂലമായ ഒരു ചലനം. ഇപ്പോൾ തേങ്ങയുടെ ഉൽപാദനത്തിൽ 6% പ്രൊഡക്ടിവിറ്റി, 6% ഒരു വർധനവ്. അതുപോലെ നമ്മുടെ പച്ചക്കറി ഉൽപാദനത്തിൽ കേരളത്തില് ഒരു ഉൽപാദന വർധനവ്. പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന്റെ പച്ചക്കറി വാങ്ങാനും അതിന് ന്യായമായ വില ലഭ്യമാക്കാനും ഉള്ള ഹോർട്ടികോർപ്പ് കോർപ്പറേഷന്റെ പരിശ്രമങ്ങളുടെ വിജയം, അതൊക്കെ നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു ചെറിയ മാറ്റത്തിന്റെ സൂചനയാണ്. അതുപോലെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരുന്ന ഹൈടെക് കൃഷി സമ്പ്രദായം, അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വ്യാപകമായി അതിന്റെ പ്രയോജനം എടുത്തപ്പോഴും, കാരണം കേന്ദ്ര ഗവൺമെന്റ് 75% സബ്സിഡി കൊടുക്കുന്നതാണ്. കേരളത്തിൽ ആകെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു 5 വർഷം മുമ്പ് ഒരൊറ്റ ഹൈടെക് കൃഷിസ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് ചിറ്റൂര്. അത് ശ്രീ കൃഷ്ണൻകുട്ടി XMLA അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റി നടത്തുന്നത്. ഇന്നിപ്പം അതിന് മാറ്റമായി പലയിടത്തും ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം ഇതിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള ഈ അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി നമുക്ക് കഴിഞ്ഞ 50 വർഷക്കാലമായി കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള തളർച്ചയും നമ്മുടെ പരാജയവും പോരായ്മകളും പരിഹരിക്കാനായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് ഇന്ന് പ്ലാനിംഗ് ബോർഡ് ശ്രീ KM ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരിടപെടൽ, അതിന് കൊടുക്കുന്ന നേതൃത്വം വളരെ അധികം അഭിനന്ദനീയമാണ്. നമ്മുടെ കൃഷി വകുപ്പെന്ന് പറയുമ്പോൾ വളരെ വ്യാപകമായി സൗകര്യങ്ങളുള്ളൊരു ഡിപ്പാർട്ട്മെന്റാണ്. എല്ലാ പഞ്ചായത്തിലും ഏറ്റവും ഈ രംഗത്ത് ഏറ്റവും അറിവുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ഓഫീസുകളുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്ക് ആ പ്രയോജനം പൂർണ്ണമായും നമുക്ക് നമ്മുടെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുണ്ടാകണം. ഓരോ കൃഷിഭവനും ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ, അത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കർഷകനെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്ന ഈ അവസരത്തിൽ മെക്കനൈസേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും കർഷകനെ സഹായിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു നയവും പരിപാടിയുമായിട്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. സോയിൽ ഫെർട്ടിലിറ്റി ഇവാലുവേഷനെ കുറിച്ച് ഇവിടെ നടക്കുന്ന ഈ വർക്ക്ഷോപ്പ് ഏറ്റവും പ്രയോജനകരമാകട്ടെ, ഏറ്റവും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നമുക്ക് മുമ്പോട്ട് വെക്കാൻ സാധിക്കട്ടെ.